പലപ്പോഴും നമുക്കറിയാൻ പറ്റും, പല രോഗികളും ചോദിക്കാറുണ്ട് BP എത്രയാണെന്നൊന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ. BP കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് എന്നതിനെ പറ്റിയായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പ്രധാനമായിട്ടും നമുക്കറിയാൻ പറ്റും BP എന്താണെന്ന്. നമ്മുടെ രക്തക്കുഴലിൽ കൂടെ നമ്മുടെ രക്തം പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സമ്മർദ്ദം മൂലം ഉണ്ടാകുന്നതാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാൻ പറ്റും, പല രോഗികളും ചോദിക്കാറുണ്ട് BP എത്രയാണെന്നൊന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ. അത് രണ്ട് തരത്തിലുള്ള, മുകളിൽ സിസ്റ്റോളിക് പ്രഷറും അതുപോലെ തന്നെ ഡയാസ്റ്റോളിക് പ്രഷർ എന്നുള്ള രണ്ട് തരത്തിലായിട്ടാണ് നമ്മൾ BPനെ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നോർമലി നമുക്കറിയാൻ പറ്റും 120 മുതൽ ഒരു 120/80 നമ്മളൊരു നോർമൽ റേഞ്ചായിട്ട് പറയാറുള്ളത്. അത് തന്നെ കുറച്ച് നമ്മുടെ പ്രായത്തിൻ്റെയും അതുപോലെ തന്നെ സെക്സിൻ്റെയും ഒക്കെ വ്യത്യാസം വരാറുണ്ട്. ഇനി നമുക്ക് ഈ BP നമുക്ക് എങ്ങനെയൊക്കെയാണ് നോർമലി വിത്തൗട്ട് മെഡിസിൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ട് നോർമലാക്കാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം. അതിൽ പ്രധാനമായിട്ട് ഒന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം. നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കാറ്. ഒരു സ്റ്റഡീസ് നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്, ഒരു 50,000 ആളുകൾ എടുത്തിട്ട് ഉള്ള സ്റ്റഡീസ് നോക്കിയപ്പോൾ പോളിഷ്ഡ് ആയിട്ടുള്ള റൈസുകൾ കഴിക്കുന്ന വ്യക്തികളിലാണ് BP കൂടുതലായിട്ട് റൈസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ തവിടോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഈ മില്ലറ്റ് ആവട്ടെ, അത് ഗോതമ്പാവട്ടെ, നമ്മുടെ സാധാ അരി ആവട്ടെ, അതിലെന്തായാലും നമ്മൾ തവിടോട് കൂടിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാം. മറ്റൊന്നാണ് എന്താ വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസൊക്കെ ഉൾപ്പെടുത്തുക. അതിൽ തന്നെ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ നമ്മൾ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് നിങ്ങളൊരു കിഡ്നി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിനും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഡയറ്റ് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന് പ്രധാനമായിട്ടും നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ടെൻഷൻസും ആങ്സൈറ്റീസൊക്കെ നമ്മൾ ഒഴിവാക്കുക, നമ്മളൊരു റിലാക്സിങ് മോഡിലേക്ക് വരിക. അതുപോലെ തന്നെ അതിനു വേണ്ടി നമുക്ക് മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി എക്സസൈസ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അതായത് ഒരു അരമണിക്കൂർ കുറച്ച് ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് ആ രീതിയിൽ ദിവസവും ഒരു അരമണിക്കൂർ നടക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ പുകവലി, മദ്യപാനം തുടങ്ങിയൊക്കെ ഒഴിവാക്കുക. അതൊക്കെ നമ്മുടെ രക്തസമ്മർദ്ദം, അതായത് BP റൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മദ്യപാനം, പുകവലി തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു പ്രധാനമാണ് എന്താ വെച്ചാൽ നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുക എന്നുള്ളത്. ഒരു സാധാരണ ഒരു മനുഷ്യന് ഒരു 5 മുതൽ 7.5 മണിക്കൂറെങ്കിലും ഉറക്കം അത്യാവശ്യമാണ്. അപ്പോൾ അതൊരു സൗണ്ട് സ്ലീപ്പോട് കൂടി തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇനി അടുത്തതായിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള BP ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിത്തൗട്ട് മെഡിസിൻ തന്നെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ്. അതിൽ പ്രധാനമാണ് നമുക്ക് ധാരാളമായിട്ട് കരിക്ക് വെള്ളം കഴിക്കുക, ഡെയിലി ധാരാളം കരിക്ക് വെള്ളം കഴിക്കുക എന്നുള്ളത്. അതിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നോർമലി തന്നെ നമ്മുടെ BP കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഉലുവയുടെ വെള്ളം നമുക്കിതുപോലെ തന്നെ BP റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ള നാരങ്ങ, ഓറഞ്ച്, അതുപോലെ തന്നെ നെല്ലിക്ക തുടങ്ങിയ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊന്നാണ് നമ്മൾ ഉപ്പ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. കാരണം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പാക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഉപ്പിൻ്റെ അളവ് ഒരു 5 ഗ്രാം മില്ലി എന്നുള്ള ഒരു തലത്തിലേക്ക് വളരെ റെഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവരിക. നമ്മുടെ സാധാരണ നോർമലി നമ്മൾ കഴിക്കുന്നതിനേക്കാളും ഉപ്പിൻ്റെ അംശം വളരെയധികം കുറയ്ക്കുക എന്നുള്ളത്. അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇന്ദുപ്പ് അല്ലെങ്കിൽ റോക്ക് സാൾട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ് BP കൂടുതലുള്ള വ്യക്തികൾക്ക്. അതുപോലെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഏത്തപ്പഴം. ഡെയിലി ദിവസവും ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് നമ്മുടെ BPയുടെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മാതള നാരങ്ങയുടെ ജ്യൂസ്, അതായത് പൊമഗ്രാനൈറ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ജ്യൂസ് കഴിക്കുന്നതും ഇത്തരത്തിലുള്ള നമ്മുടെ BP റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. മറ്റൊന്നാണ് നമ്മൾ ടൊമാറ്റോ, അതായത് നമ്മൾ തക്കാളി. നമുക്കറിയാം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തക്കാളി. അപ്പോൾ തക്കാളിക്കകത്തുള്ള ലൈക്കോപ്പിൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്.
അതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യുന്ന വേറൊരു ഹോം റെമഡി എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇളം ചൂടുപാലിൽ 1 ടീസ്പൂൺ വെളുത്തുള്ളി മിക്സ് ചെയ്തിട്ട് ഒരു 2 ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ദിവസവും രാവിലെ കഴിക്കുന്നത് ഒരു 15 ദിവസം വരെ കഴിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള BP റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് കുറയുന്നില്ല അല്ലെങ്കിൽ വ്യത്യാസമൊന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾ എത്രയും വേഗം അതിനൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇനി ഇത്തരത്തിൽ ഉള്ള എന്തെങ്കിലും ആരോഗ്യപരമായ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.